താമരശ്ശേരി അറവ് മാലിന്യ സംസ്കരണ കേന്ദ്രത്തിലുണ്ടായ സംഘർഷത്തിൽ 2 പേർ പിടിയിൽ. പോലീസിനെ ആക്രമിച്ച കേസിലാണ് 2 പേരെ കസ്റ്റഡിയിലെടുത്തത്. നിരപരാധികളായ ജനങ്ങളെ മുൻനിർത്തി കലാപം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന SDPI ആക്രമികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്ന് CPIM കോഴിക്കോട് ജില്ലാ സെക്രട്ടറി M മെഹബൂബ് പറഞ്ഞു. ചൊവ്വാഴ്ച വൈകിട്ടാണ് താമരശ്ശേരി കട്ടിപ്പാറയിലെ അറവ് മാലിന്യ സംസ്കരണ കേന്ദ്രത്തിലേക്ക് ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധ മാർച്ചിൽ സംഘർഷമുണ്ടായത്. പോലീസിന്റെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുക, പോലീസിനെ ആക്രമിക്കുക തുടങ്ങിയ വകുപ്പുകൾ പ്രകാരം എടുത്ത കേസിൽ 2 പേർ പിടിയിലായി. താമരശ്ശേരി ചുണ്ടക്കുന്ന് KN ബാബൻകുട്ടി, കൂടത്തായി സ്വദേശി AP റഷീദ് എന്നിവരെ താമരശ്ശേരി പോലീസാണ് പിടികൂടിയത്. ദൃശ്യങ്ങൾ പരിശോധിച്ച് കൂടുതൽ പേരെ കസ്റ്റഡിയിലെടുക്കാനാണ് പോലീസ് തീരുമാനം. ഹൈക്കോടതി ഉത്തരവിന്റെ പിൻബലത്തിൽ പ്രവർത്തിക്കുന്ന മാലിന്യ സംസ്കരണ പ്ലാന്റിനെതിരെ ജനങ്ങൾ നടത്തിവരുന്ന സമരം സമാധാനപരമായിരുന്നു. നിഷ്കളങ്കരായ ജനങ്ങളെ മറയാക്കി നടന്ന സമരത്തിൽ മുൻകൂട്ടി തീരുമാനിച്ച പ്രകാരം SDPI അക്രമികൾ നുഴഞ്ഞുകയറുകയും കലാപം അഴിച്ചുവിടുകയുമായിരുന്നുവെന്ന് CPIM കോഴിക്കോട് ജില്ലാ സെക്രട്ടറി M മെഹബൂബ് പറഞ്ഞു. വളരെ വ്യക്തമായ ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്ന അഭിപ്രായത്തിലാണ് CPM നിൽക്കുന്നത്. കാരണം ഈ സമരത്തെ നയിച്ചത് SDPIയും ആ പ്രദേശത്തുള്ള ഒരു 3-4 ലീഗ് പ്രാദേശിക നേതാക്കന്മാരുമാണ് ഈ സമരത്തെ നയിച്ചത്. സമരത്തിന് വേറെ രാഷ്ട്രീയ മുഖമൊന്നും കൊടുത്തിട്ടില്ല. ഞങ്ങളുടെ പാർട്ടിയുടെ അനുഭാവികളായിട്ടുള്ള 3-4 കുടുംബങ്ങളും ഇതിൻ്റെ പ്രയാസം അനുഭവിക്കുന്നവരുണ്ട്. അതുകൊണ്ട് പാർട്ടിയും ഈ സമരത്തെ ഈ പ്രശ്നം പരിഹരിക്കണം എന്ന സമീപനമാണ് പാർട്ടി സ്വീകരിച്ചത്. നിരപരാധികളെ മുൻനിർത്തി ജനകീയ സമരത്തിൽ കലാപം സൃഷ്ടിക്കാൻ ശ്രമിച്ച കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും സംഭവത്തെ സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണം നടത്തണമെന്നും DYFI കോഴിക്കോട് ജില്ലാ സെക്രട്ടേറിയറ്റ് ആവശ്യപ്പെട്ടു. കൈരളി ന്യൂസ്, കോഴിക്കോട്.